അല്ല, രണ്ട് പ്രതിയും നേരത്തെ നമ്മുടെ കസ്റ്റഡിയിലെടുത്ത് പിന്നെ അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. പിന്നെ കുറേ കൂടി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പ്രതി നമ്മളുടെ ഫിസിക്കൽ കസ്റ്റഡിയിൽ ഇങ്ങോട്ട് എത്താൻ ഉണ്ട്. മെയിൻ പ്രതിയായിട്ട് പറയக்கூடிய സ്ത്രീ അവരെത്തിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും അതിൻ്റെ നെറ്റ്വർക്ക് ആരൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് യാരൊരു അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പറയக்கூடிய അതാണ്. മറ്റോ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റിൽ ചില കാര്യങ്ങൾ പറയരുതുണ്ട് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അത് നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലീഡ് കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിലും നമ്മൾ അത് പെർസ്യൂ ചെയ്തിട്ട് അവസാനം വരെ പോവാം. ഇവിടെ അല്ല, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള പരാതി അത് മാത്രമേ ഉള്ളൂ. മറ്റേത് ബാക്കി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ നമുക്കൊരു SIT ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു വലിയ ടീമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ നമുക്ക് ശ്രദ്ധയിൽ വന്നിട്ടില്ല. വന്നെങ്കിൽ ആ ഭാഗങ്ങൾ നോക്കാം കൃത്യമായിട്ട്. അല്ല, ഇതുവരെ നമുക്ക് വേറെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചേർക്കാൻ പറ്റും. അതിലാണ് ഈ താരങ്ങൾക്ക് ബന്ധം വരുന്നത് സംശയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ കൂടി സ്റ്റേറ്റ്മെന്റ് എടുക്കാറുള്ള അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നമ്മൾ നീക്കുന്നത്. ചില ഓർഗനൈസ്ഡ് ക്രൈം പൊതുവെ നിങ്ങൾ നോക്കിയെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ജെന്യൂൻ ആയിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട്, ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. അല്ല, അത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ത്രെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതൊരു ഡയറക്റ്റ് ത്രെട്ടാണോ അല്ല വെയിൽഡ് ത്രെട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിക്ടിം പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പൺ ത്രെട്ട് ഇല്ല വെയിൽഡ് ത്രെട്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ കൃത്യമായിട്ട് അവർക്കെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാം. അല്ല, അതിനും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടുവരാം അതുക്കുള്ള നിയമ വഴിയിലുണ്ട്. അത് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ ഇയർലിയർ സ്റ്റേജാണ്. നമുക്ക് കേസ് എടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട്. 3 പ്രതികൾ കിട്ടിയിട്ടുണ്ട്. വിദേശാന്വേഷണം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. അല്ല, സിന്ധു ഇങ്ങോട്ട് വരട്ടെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നേരത്തെ ഓർഗനൈസ്ഡ് ക്രൈമും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു കാര്യങ്ങളും മറ്റേ ആർഗൺ ട്രേഡ് കേസിൽ തന്നെ നോക്കിയാൽ അറിയും. അതായത് അവരുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഒരാൾ മറ്റേ സ്പാവാണ്, ഒരാൾ മെഡിക്കൽ ഷാപ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ജോലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ തന്നെ സ്വന്തം ചെറിയ കച്ചവടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊരു ഓർഗനൈസ്ഡ് ക്രൈം ഇതുപോലെ റാക്കറ്റിൽ നോക്കിയാൽ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു വാളണ്ടിയേഴ്സ് ഉള്ള കണ്ടെത്താനുള്ളതിൽ ഒരു ലാർജ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് നോക്കാം. ഇത് വേറെ 2 കേസേ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ നമുക്കത് നടപടിക്ക് പോകാം. അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാണ്ട്